ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിശുദ്ധ റംസാനെ വരവേൽക്കാനൊരുങ്ങി ഇസ്ലാം മത വിശ്വാസികൾ. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമബത്ത DA/DR കുടിശ്ശികയും ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. സുനാമി റെഡി പദ്ധതിയുടെ ഭാഗമായി ചേമഞ്ചേരി വലിയാണ്ടി തീരത്ത് സുനാമി മോക്ക് ഡ്രിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ന് SDPI നേതാവ് മുസ്തഫ കൊമേരി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. വിശുദ്ധ റംസാനെ വരവേൽക്കാനൊരുങ്ങി ഇസ്ലാം മത വിശ്വാസികൾ. റംസാൻ വ്രതാനുഷ്ഠാനത്തിന് മുന്നോടിയായുള്ള നനച്ചുകുളി എന്ന ചടങ്ങ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിയിൽ ഫുത്തൂഹും റംസാൻ അനുഷ്ഠാനത്തിന് ഒരുങ്ങി. പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ ഖുർആൻ കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ്. നോമ്പനുഷ്ഠിച്ചും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിച്ചും ഖുർആൻ പാരായണം, സാന്ത്വന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയ സൽക്കർമ്മങ്ങൾ കൊണ്ടും വിശുദ്ധ റംസാനെ ധന്യമാക്കാൻ ഒരുങ്ങുകയാണ് വിശ്വാസികൾ. റംസാൻ ആഗതമാകുന്നതിന്റെ മുന്നോടിയായി നാടുനീളെ മസ്ജിദുകളിലും വീടുകളിലും മറ്റും നനച്ചുകുളി നടന്നു. ഉള്ളും പുറവും ശുദ്ധീകരിച്ച് പുണ്യങ്ങളുടെ പൂക്കാലത്തെ വരവേൽക്കുകയാണ് വിശ്വാസലോകം. ന്യൂസ് ബ്യൂറോ, താമരശ്ശേരി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമബത്ത DA/DR കുടിശ്ശികയും ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് സിറ്റി. പോലീസ് പെൻഷൻകാരോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. നമ്മൾ ഈ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ ഒരു നടപ്പാക്കുന്ന ഒരു ഏജൻസിയാണ്. നമ്മൾ സപ്പോസ് ICNGS ഗവൺമെന്റാണ്. അപ്പൊ അങ്ങനെയുള്ള സംഘടനയിൽ വർക്ക് ചെയ്ത ആൾക്കാർ റിട്ടയർ ആയതിനു ശേഷം അവരോട് ഗവൺമെന്റ് കാണിക്കുന്ന ചില ന്യായമല്ലാത്ത കാര്യങ്ങളെന്ന് പറയാം. അപ്പൊ അതിനെതിരായിട്ട് പ്രതികരിക്കാനാണ് എല്ലാ ജില്ലകളിലും ഇതുപോലെ ധർണകൾ. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലകൾ തോറും നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 3-ന് കോഴിക്കോട് കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. MK രാഘവൻ MP പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ട്രെയിനിങ് പീരീഡ് സർവീസായി കണക്കാക്കി 2010 മാർച്ച് 31 വരെയുള്ളവർക്ക് കോടതി വിധി പ്രകാരമുള്ള ആനുകൂല്യം അനുവദിക്കുക, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി നടപ്പിലാക്കിയ മെഡിസിപ്പ് പദ്ധതി പെൻഷൻകാർക്കും ജീവനക്കാർക്കും ഉപയോഗപ്രദമായ രീതിയിൽ നടപ്പിലാക്കുക, 2024 ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വന്ന 12ാം പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, കേരള പോലീസ് ആക്ട് 104 വകുപ്പ് പ്രകാരമുള്ള അവകാശങ്ങളും സംരക്ഷണവും പോലീസ് പെൻഷൻകാർക്കുള്ള ക്ഷേമകാര്യങ്ങളും നടപ്പിലാക്കുക, അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്ന അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘടനാ പ്രസിഡന്റ് TK രാജ്മോഹൻ IPS റിട്ടയർഡ്, CP ലോഹിതാക്ഷൻ, P മുരളീധരൻ, P രാജൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സുനാമി റെഡി പദ്ധതിയുടെ ഭാഗമായി ചേമഞ്ചേരി വലിയാണ്ടി തീരപ്രദേശത്ത് സുനാമി മോക്ക് ഡ്രിൽ നടത്തി.
ഗ്രാമപഞ്ചായത്ത്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, കില എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സുനാമി മോക്ക് ഡ്രിൽ നടത്തിയത്. സുനാമി റെഡി പ്രോഗ്രാമിന്റെ ഭാഗമായി 17ാം വാർഡിലെ വലിയാണ്ടി ഭാഗത്താണ് മോക്ക് ഡ്രിൽ നടത്തിയത്. ഇൻകോയിസിൽ നിന്ന് ലഭിച്ച മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ തീരദേശ നിവാസികൾക്ക് മൈക്ക് അനൗൺസ്മെന്റിലൂടെ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്ന് പ്രദേശവാസികൾ അസംബ്ലി പോയിന്റിൽ എത്തിച്ചേർന്നു. ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ് സേനയുടെ ആപ്താമിത്ര വോളണ്ടിയർമാരുടെ സഹായത്തോടെ 80ഓളം പേരെ ഷെൽട്ടർ ക്യാമ്പിലേക്ക് മാറ്റി. 5 സ്കൂൾ ബസ്സുകളിലായാണ് ആളുകളെ ക്യാമ്പിലേക്ക് എത്തിച്ചത്. മെഡിക്കൽ സംഘം സ്ഥലത്തെത്തുകയും പരിക്കേറ്റവരെ തത്സമയം പ്രാഥമിക ചികിത്സ നൽകി ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. സുനാമി സുരക്ഷിത കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സയ്ക്കായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ സേവനവും ഉറപ്പാക്കിയിരുന്നു. പോലീസ് വിഭാഗം പ്രദേശത്തേക്കുള്ള ഗതാഗതം കൃത്യമായി നിയന്ത്രിച്ചു. ജനപ്രതിനിധികൾ, ജില്ലാ ഹസാർഡ് അനലിസ്റ്റ്, RTO, MVD, കോസ്റ്റൽ പോലീസ്, കിലയുടെ പ്രതിനിധികൾ, DM പ്ലാൻ കോർഡിനേറ്റർ കാസർഗോഡ് തുടങ്ങിയവരും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി. ക്യാമ്പിലേക്ക് മാറ്റിയ ശേഷം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പ്രദേശവാസികളോട് സംസാരിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നത് സംബന്ധിച്ച് ബോധവൽക്കരണം നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദി കിഴക്കയിൽ, ഡെപ്യൂട്ടി കളക്ടർ ദുരന്ത നിവാരണം E. അനിതകുമാരി, കൊയിലാണ്ടി തഹസിൽദാർ ജയശ്രീ S. വാര്യർ, കോഴിക്കോട് സിറ്റി ACP KA ബോസ്, വടകര DYSP R. ഹരിപ്രസാദ്, CI ശ്രീലാൽ ചന്ദ്രശേഖരൻ, വടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ SHO ദീപു CS, ഫയർ ആൻഡ് സേഫ്റ്റി ഓഫീസർ മുരളീധരൻ CK തുടങ്ങിയവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി. മോക്ക് ഡ്രില്ലിനെ തുടർന്ന് ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ E. അനിതകുമാരിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. മോക്ക് ഡ്രില്ലിന്റെ ക്രമീകരണങ്ങളും വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ന് SDPI ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി. വിമൻ ഇന്ത്യ മൂവ്മെന്റ് ആശുപത്രി പരിസരത്ത് സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുസ്തഫ കൊമേരി. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആശുപത്രി പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. SDPI കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി ഉദ്ഘാടനം ചെയ്തു. സൂപ്പർ സ്പെഷ്യാലിറ്റി യൂണിറ്റിൽ പരിശോധനാ ഉപകരണങ്ങളോ മെഡിക്കൽ സ്റ്റോറിൽ മരുന്നുകളോ ഇല്ലാത്തതിനാൽ രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസ്ഥിരോഗ ശസ്ത്രക്രിയയും നിലച്ചിരിക്കുകയാണ്. രോഗികളിൽ കൂടുതൽ പേരും സ്ത്രീകളും കുട്ടികളുമാണ്. ആശുപത്രിയിലെ ഡയാലിസിസ് കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതും രോഗികൾക്കോ കൂടെ നിൽക്കുന്നവർക്കോ ആവശ്യത്തിന് വൃത്തിയുള്ള ശുചിമുറികൾ ഇല്ലാത്തതും ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയാണ്. സർക്കാരിന്റെയും ആശുപത്രി വികസന സമിതിയുടെയും അനാസ്ഥ മൂലം വില നൽകുന്നത് മനുഷ്യന്റെ ആരോഗ്യവും ജീവനുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുത്യർഹമായ സേവനങ്ങൾ കൊണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ട്, ഒരുപാട് പ്രഗത്ഭരെ വാർത്തെടുത്തുകൊണ്ട് നിരവധിയായുള്ള ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മുന്നിൽ നിന്നിരുന്ന ഒരു കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, ദിവസങ്ങളായി, ആഴ്ചകളായി നമ്മുടെ മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആശങ്കാജനകമാണ്. വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റംഷീന ജലീൽ, ജനറൽ സെക്രട്ടറി ഷബിന തച്ചമ്പൊയിൽ, ദിനേശ് പെരുമണ്ണ, സുബൈദ കക്കോടി, മിസ്രിയ ഖയ്യൂം തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മതസൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും മാതൃകയായി ബേപ്പൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായ സമൂഹ സദ്യ. സദ്യയിൽ മുദാക്കര മഹല്ല് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് സ്നേഹസംഗമം നടന്നു. ബേപ്പൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലെ തിരുവുത്സവ മഹാമഹത്തോടനുബന്ധിച്ച് സമൂഹ സദ്യ സംഘടിപ്പിച്ചു. സദ്യയിൽ മുദാക്കര മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്തു. സമൂഹ സദ്യയ്ക്ക് ശേഷം നടന്ന സ്നേഹസംഗമത്തിൽ അരയ സമാജം പ്രസിഡന്റ് കെ ദേവരാജൻ, സെക്രട്ടറി കെ സാംജിത്ത്, കാരണവർ കെ വിജയൻ, ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ കെ ശിവദാസൻ, മുദാക്കര മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് പി അബൂബക്കർ ഹാജി, സെക്രട്ടറി കെ പി റിയാസ് ഹാജി, ട്രഷറർ എം ബഷീർ ഹാജി, ജബ്ബാർ, റാഫി തുടങ്ങിയവരും സംസാരിച്ചു. മഹലിന്റെ എന്ത് പ്രധാന ചടങ്ങുണ്ടെങ്കിലും സമാജത്തിനെയാണ് നമ്മൾ ആദ്യം തന്നെ അതിലെ ക്ഷണിതാക്കളായി ഞങ്ങൾ യോഗം ചേരുമ്പോൾ ആലോചിക്കാറുള്ള അതിലെ പ്രധാന ക്ഷണിതാക്കൾ അരയ സമാജം ഭാരവാഹികളാകണം എന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്യാറുള്ളത്. അതേപോലെ ഇവിടെ നടക്കുന്ന ഇതേപോലുള്ള പരിപാടികൾ ഞങ്ങൾ വളരെ സ്നേഹത്തിനപ്പുറം നിർബന്ധത്തോടെ ക്ഷണിക്കുകയും ഞങ്ങൾ ഇങ്ങോട്ട് എത്തിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായി എന്നത് ഈ മാറ്റത്തിന്റെ നല്ല തുടക്കമാണ്. നമ്മൾ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ഇടപെടലും കാര്യങ്ങളും കൊണ്ടിട്ട് അത് ഇല്ലാതാക്കിയിട്ട് ഒരു ജനതയാണ്. ആ ജനതയുടെ പല അഭിപ്രായ ഭിന്നതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിക്കില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെ നയിച്ചു കൊണ്ടുവരുന്നതിനുള്ള കഴിവാണ്. ആ കഴിവ് നമ്മൾ പരസ്പരം എല്ലാവരും പ്രകടിപ്പിക്കാൻ തുടങ്ങിയാൽ ഈ നാട് സ്വർഗത്തിന് തുല്യമാണ്. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. ഡിജിറ്റൽ സാമ്പത്തിക സുരക്ഷയ്ക്കുള്ള മന്ത്രവിദ്യകൾ പകർന്ന് ഗോപിനാഥ് മുതുകാടിന്റെ മാജിക് ഷോ. പ്രൊവിഡൻസ് വിമൻസ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മന്ത്രജാലത്തിലൂടെ സാമ്പത്തിക സുരക്ഷയുടെ പ്രാധാന്യവും സൂത്രങ്ങളും മജീഷ്യൻ കൈമാറിയത്. ഡിജിറ്റൽ സാമ്പത്തിക സുരക്ഷയ്ക്കുള്ള മന്ത്രവിദ്യകൾ പകർന്ന് ഗോപിനാഥ് മുതുകാടിന്റെ മാജിക് ഷോ. ഡിജിറ്റൽ ലോകത്തെ സാമ്പത്തിക വിനിയോഗങ്ങളിൽ ജാഗ്രത പാലിക്കേണ്ട, ശ്രദ്ധ പുലർത്തേണ്ടുന്ന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി സഹകരിച്ച് പ്രൊവിഡൻസ് വിമൻസ് കോളേജിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മന്ത്രജാലത്തിലൂടെ സാമ്പത്തിക സുരക്ഷയുടെ പ്രാധാന്യവും നിർദ്ദേശങ്ങളും സൂത്രങ്ങളും മജീഷ്യൻ കൈമാറിയത്. സ്വന്തം കാണിന്റെ എല്ലാം നോക്കിയാ താങ്ക് യു സോ മച്ച്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന വിവിധ പരിപാടികളോട് അനുബന്ധിച്ചാണ് കോഴിക്കോട്ടും പരിപാടി സംഘടിപ്പിച്ചത്. സമകാലിക സംഭവ വികാസങ്ങളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ദുരന്തങ്ങൾ സംബന്ധിച്ച് വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തുന്നത്. മാജിക്കിനെ തുടർന്ന് അതിഥികളുമായി വിദ്യാർത്ഥികൾ സംവദിച്ചു. ചടങ്ങ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ DGM ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. കാനറ ബാങ്ക് സർക്കിൾ ഓഫീസ് ജനറൽ മാനേജർ S. അനിൽകുമാർ നായർ, പ്രൊവിഡൻസ് വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ SR ജസീന ജോസഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ ജ്യോതിസ് S. സ്വാഗതവും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മാനേജർ രഞ്ജിത്ത് EK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. യുവ മനസ്സുകളിൽ മാനുഷികതയുടെ തേജോഭാവം വർദ്ധിപ്പിക്കുന്നതിന് പഴയ തലമുറ പുതിയ തലമുറയ്ക്ക് മാർഗനിർദ്ദേശികളാകണമെന്ന് ഡോക്ടർ ആർസു. MDC സംഘടിപ്പിച്ച രക്ഷാകർതൃ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവാക്കളിൽ ക്രിമിനൽ സ്വഭാവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിൽ മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ രക്ഷാകർതൃ സംഗമം സംഘടിപ്പിച്ചു. ഡോക്ടർ ആർസു ഉദ്ഘാടനം ചെയ്തു. രക്ഷകർത്താക്കൾ യുവാക്കൾക്ക് ശരിയായ ദിശാബോധം നൽകി നന്മയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരണമെന്ന് അദ്ദേഹം പറഞ്ഞു. The hell is empty and all the devils are on earth എന്ന് ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പരാമർശിക്കുകയുണ്ടായി. നരകം കാലിയായിരിക്കുന്നു, എല്ലാ ദുർഭൂതങ്ങളും എല്ലാ ഭൂതപ്രേത വിശാലികളും ഇതാ ഈ ഭൂമുഖത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ, എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ യുവാക്കൾ വളരെ ദിശാബോധം നഷ്ടപ്പെട്ടവരായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരിപാടിയിൽ ഷവലിയാർ C. ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. രക്ഷകർത്താക്കൾ മക്കളെ കരുതലോടെ വളർത്തണമെന്നും അധികാരികളും സമൂഹവും വിദ്യാഭ്യാസ സ്ഥാപന മേധാവികളും
കുട്ടികളിലെ മദ്യം, മയക്കുമരുന്ന് ഉപയോഗവും ക്രിമിനൽ കുറ്റങ്ങളും തടയുന്നതിന് ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അടുത്ത കാലത്തായി വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് അനുദിനം നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദ്യം, മയക്കുമരുന്ന് ഉപയോഗം മൂലം യുവാക്കൾ മാത്രമല്ല ചെറിയ വിദ്യാർത്ഥികളടക്കം അതിനെ അടിമപ്പെട്ട് ക്രൂരകൃത്യങ്ങൾ നടത്തുന്ന സംഭവങ്ങൾ ഒന്നൊന്നായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതി പ്രസിഡന്റ് PI അജയൻ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്തഫ മുഹമ്മദ്, കൗൺസിൽ സീനിയർ വൈസ് പ്രസിഡന്റ് A ശിവശങ്കരൻ, സെക്രട്ടറി TP വാസു എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഫറൂഖ് നല്ലൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 38ാം വാർഷികം ആഘോഷിച്ചു. ഫറൂഖ് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികൾ അരങ്ങേറി. ഫറൂഖ് നല്ലൂർ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ 38ാമത് വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഫറൂഖ് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കൃത്യമായി എല്ലാ സമയത്തും എത്തിക്കൊടുക്കും. നമ്മളിൽ നിന്നിരിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് പോകുന്ന സമൂഹം ആഗ്രഹിക്കുന്ന ഒരു വിദ്യാഭ്യാസം കൊടുക്കാൻ ഈ സ്കൂളിൽ നാളെ സാധിക്കുന്നതിന് കാര്യങ്ങൾ നമുക്ക് തന്നെ വളരെ അഭിമാനം തോന്നുന്നു. PTA പ്രസിഡന്റ് ബബിത ലെനിൻദാസ് അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ കൗൺസിലർമാരായ KTA മജീദ്, ബിജീഷ് P, ബിന്ദു PL, NSS കരയോഗം സെക്രട്ടറി മുരളീധര മേനോൻ, പ്രസിഡന്റ് KN കൃഷ്ണകുമാർ, M പവിത്രൻ, പ്രധാനാധ്യാപിക രഹന GS തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലഹരിയുടെ മഹാവിപത്തിനെതിരെ പയ്യാനക്കൽ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം NC അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ മഹാവിപത്തിനെതിരെ പയ്യാനക്കൽ മേഖല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മീഞ്ചന്ത ബ്രിഡ്ജിന് സമീപം ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം NC അബൂബക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. മേഖലാ ലീഗ് പ്രസിഡന്റ് PV ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. SYS സംസ്ഥാന സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുസ്ലിം ലീഗ് സൗത്ത് മണ്ഡലം സെക്രട്ടറി SV അർഷുൽ അഹമ്മദ്, ട്രഷറർ PV അവറാൻ, MI മുഹമ്മദ്, K അബ്ദുൽ അസീസ്, PK കോയ, PP അഷ്റഫ്, K ജലീൽ, PP അബ്ദുമോൻ, MP നാസർ, MP സാജിദ് റഹ്മാൻ, NV സുൽഫിക്കർ, N സൈഫുന്നിസ, TK അഷ്റഫ് എന്നിവർ സംസാരിച്ചു. മേഖലാ സെക്രട്ടറി M മുഹമ്മദ് മദനി സ്വാഗതവും ട്രഷറർ CH യൂനസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന് കീഴിലുള്ള JCI ഫറൂഖ് കോളേജ് ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. ഫറൂഖ് കരുവൻതുരുത്തിയിൽ വെച്ച് നടന്ന അശ്വമേധം ചടങ്ങിൽ വിവിധ മേഖലകളിലെ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. KP അശ്വൻനാഥ് പ്രസിഡന്റ്, PT ജിതിൻ ചന്ദ്ര സെക്രട്ടറി,
എം വരുൺ ട്രഷറർ എന്നിവർ ഉൾപ്പെടുന്ന 18-അംഗ ഭരണസമിതിയാണ് JCI ഫറൂഖ് കോളേജ് 4ാമത് ഭാരവാഹികളായി അധികാരമേറ്റത്. ഫറൂഖ് കരുവൻതുരുത്തി ഫെറി ലാൻഡിൽ വെച്ച് നടന്ന അശ്വമേധം സ്ഥാനാരോഹണ ചടങ്ങ് മുൻ ദേശീയ ചെയർമാൻ കെ പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെപ്പോഴും ഭാവിയെ കുറിച്ച് വളരെ പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകൾ. ഏതൊരു സ്ഥലത്തും ഏറെ പ്രതീക്ഷയോടുകൂടി നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. പക്ഷെ കൂടെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരുടെ കൂടെ നിൽക്കുന്ന നമ്മളാണ് പലപ്പോഴും അവരെ പറഞ്ഞ് പേടിപ്പിച്ചു ഇന്നത്തെ യുവത്വം ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നമ്മുടെ രീതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് അവരുടെ ക്രിയാത്മകത ഇല്ലാതായി പോകുന്നത് എന്ന് ഞാൻ ചിന്തിക്കുക. മേഖലാ പ്രസിഡന്റ് EV അരുൺ സ്ഥാനാരോഹണ ചടങ്ങ് നിർവഹിച്ചു. ദേശീയ കോർഡിനേറ്റർ S വർഷ മുഖ്യപ്രഭാഷണം നടത്തി. 2024 JCI ഫറൂഖ് കോളേജ് പ്രസിഡന്റ് NV സ്വപ്ന അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ ബിസിനസ്, കലാ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രതിഭകളെ അവാർഡ് നൽകി ആദരിച്ചു. OT ഭവിൻ, KR തമ്പി, KT സുലേഖ, B പൂനം ദേശായി, KM സ്മിത, T ബിജേഷ്, P രാജീവ്, സന്തോഷ് വേങ്ങേരി, KK അജിത് കുമാർ, അജീഷ് അത്തോളി, ACV ന്യൂസ്, A ചൈത്ര, MK ഇതൾ, K സുനിത, K മല്ലിനാഥൻ, K രേഷ്മ, M പ്രഭാകരൻ, ഇലവ് ചുള്ളിപ്പറമ്പ്, അനു എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. ചാലപ്പുറം അച്യുതൻ ഗേൾസ് HSS കരിങ്കല്ലായി UP സ്കൂൾ 1L01 സ്കൂൾ പദ്ധതി പ്രകാരം സ്കൂൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതായി പുതിയ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് KP അശ്വനാഥ്, സെക്രട്ടറി PT ജിതിൻ ചന്ദ്ര, ട്രഷറർ M വരുൺ, സ്ഥാപക പ്രസിഡന്റ് K ശ്രീജിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബിസിനസ് കേരളയുടെ ആഭിമുഖ്യത്തിൽ 2ാമത് ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ 2025 കോഴിക്കോട്ട് ഒരുങ്ങുന്നു. സരോവരം കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ ഡിസംബർ 6-നും 7-നും എക്സ്പോ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 250ഓളം B2B ബിസിനസ് സ്റ്റാളുകൾ മുതൽ ബിസിനസ് സെമിനാറുകൾ, പാനൽ ചർച്ചകൾ, ബിസിനസ് ട്രെയിനിംഗ് പ്രോഗ്രാമുകൾ, പ്രോജക്റ്റ് അവതരണങ്ങൾ, നിക്ഷേപകരുടെ സംഗമങ്ങൾ, അവാർഡ് നൈറ്റ് തുടങ്ങിയവ ഈ പരിപാടിയിലൂടെ സംഘടിപ്പിക്കും. മെഷീനറീസ്, ഓട്ടോമോട്ടീവ്സ്, വിദ്യാഭ്യാസം, FMCG, ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ, പ്രോപ്പർട്ടീസ്, റിയൽ എസ്റ്റേറ്റ്, കോസ്മെറ്റിക്സ്, ഫർണിച്ചേഴ്സ്, ബിൽഡിംഗ് മെറ്റീരിയൽ, ബിൽഡേഴ്സ്, അഗ്രികൾച്ചർ, ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിലെ 250ഓളം B2B ബിസിനസ് സ്റ്റാളുകൾ തുടങ്ങിയവ സജ്ജീകരിക്കും. ഇന്ത്യയിലെയും ഗൾഫ് രാജ്യങ്ങളിലെയും ബിസിനസ്സുകളെ ഏകോപിപ്പിച്ച് സഹകരണം വളർത്തി കൂട്ടായ വിജയം കൈവരിക്കുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താസമ്മേളനത്തിൽ ബിസിനസ് കേരള ഫൗണ്ടർ ആൻഡ് ചെയർമാൻ EP നൌഷാദ് പറഞ്ഞു. ലക്ഷ്യം മടങ്ങി വരുന്ന പ്രവാസികൾക്ക് കേരളത്തിലെ സംരംഭങ്ങൾ പരിചയപ്പെടുക, ബിസിനസ്സുകളെ പരിചയപ്പെടുത്തി കൊടുക്കുക, അതുപോലെ തന്നെ ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റികൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഉദ്ദേശ ലക്ഷ്യം. അതിനുവേണ്ടിയാണ് ബിസിനസ് കേരള എന്നുള്ള ഫെയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇതേമാതിരി ബിസിനസ് എക്സ്പോയിലൂടെ ഈ കമ്പനികളുടെ ഫ്രാഞ്ചൈസികൾ, ഡിസ്ട്രിബ്യൂഷൻ, ഡീലർഷിപ്പ്, പ്രൊഡക്റ്റ് ആൻഡ് സർവീസിലൊക്കെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ നാട്ടിലുള്ള ബിസിനസ്സുകാർക്കും മടങ്ങി വരുന്ന പ്രവാസികൾക്കും ഇതിലൂടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ കിട്ടാറുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ സംരംഭകരെ അവാർഡ് നൽകി ആദരിക്കും. 6-ന് രാവിലെ 11-ന് എക്സ്പോ ആരംഭിക്കും. 7-ന് വൈകിട്ട് 6-ന് അവാർഡ് നൈറ്റ് നടക്കും. എക്സ്പോയിൽ പ്രവേശനം സൗജന്യമാണ്. പുതിയ സംരംഭം തുടങ്ങുന്നവർക്ക് ഗൾഫ് ഇന്ത്യൻ ട്രേഡ് എക്സ്പോ 2025 ഏറെ പ്രയോജനം ചെയ്യുമെന്നും സംഘാടകർ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് 7511188200 എന്ന നമ്പറിലും ബന്ധപ്പെടാം. വാർത്താ സമ്മേളനത്തിൽ ബിസിനസ് കേരള ഫൗണ്ടർ ആൻഡ് ചെയർമാൻ EP നൌഷാദ്, KP സക്കീർ ഹുസൈൻ, ബിസിനസ് കേരള കോ ഫൗണ്ടർ ഹാഷിർ അബ്ദുള്ള, ബിസിനസ് കേരള പാർട്ണർ TP നിഗീഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രഥമ ഡോക്ടർ KM അബൂബക്കർ സിജി വിദ്യാഭ്യാസ അവാർഡ് ഡോക്ടർ KKN കുറുപ്പിന് നൽകും. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ ചരിത്ര ഗവേഷണവും മലബാർ ചരിത്ര ഗവേഷണ മേഖലകളിലെ സവിശേഷ ജ്ഞാനവും കണക്കിലെടുത്താണ് അവാർഡ് നൽകുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. പ്രഥമ ഡോക്ടർ KM അബൂബക്കർ സിജി വിദ്യാഭ്യാസ അവാർഡിന് പ്രമുഖ ചരിത്രകാരനും വിദ്യാഭ്യാസ വിചക്ഷണനും സാമൂഹ്യ പ്രവർത്തകനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KKN കുറുപ്പിനെ തിരഞ്ഞെടുത്തു. പാർശ്വവൽക്കരിക്കപ്പെട്ട മേഖലയിലുള്ളവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി നടത്തിയ ക്രിയാത്മക ഇടപെടലും വിലയിരുത്തിയാണ് ജൂറി അദ്ദേഹത്തെ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്തതെന്നും അവാർഡ് സമർപ്പണം പിന്നീട് നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു.
വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ ഡോക്ടർ മൊയ്തീൻ കുട്ടി AB, ഡോക്ടർ PT അബ്ദുൽ അസീസ്, സക്കറിയ MB തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിശുദ്ധ റംസാനെ വരവേൽക്കാനൊരുങ്ങി ഇസ്ലാം മത വിശ്വാസികൾ. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ക്ഷാമബത്ത DA/DR കുടിശ്ശികയും ഉടൻ അനുവദിക്കണമെന്ന് കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. സുനാമി റെഡി പദ്ധതിയുടെ ഭാഗമായി ചേമഞ്ചേരി വലിയാണ്ടി തീരത്ത് സുനാമി മോക്ക് ഡ്രിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് എന്ന് SDPI നേതാവ് മുസ്തഫ കൊമേരി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.